ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാനെന്ത് നിങ്ങൾക്ക് നേന്ത്രപ്പഴവും അതേപോലെ സേമിയയും കൂടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അത് നമുക്ക് 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഈ റെസിപ്പി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ സേമിയ, ഇവിടെ ഒരു ഗ്ലാസ് സേമിയ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ഉണ്ടാക്കുന്ന വെച്ചാൽ അതിനനുസരിച്ച് കണക്കാക്കി എടുത്തോളോട്ടെ. പിന്നെ ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര പാവ് കാച്ചി വെച്ചിരിക്കുകയാണ് ഞാൻ. അത് ഞാനൊരു നല്ലോണം വലിയ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 3.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നെയ്യ് വേണം. അതേപോലെ അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്, മുന്തിരി കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ലേശം ഞാൻ ബദാമും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ മേലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ എന്താ നമുക്കിനി ഉണ്ടാക്കാനൊക്കെ നോക്കാം. നമുക്ക് എന്നാലിനി ഈ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, ഈ നേന്ത്രപ്പഴം നമുക്ക് ഇങ്ങോട്ട് 4 ആക്കിയിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഇതേപോലെ നമുക്ക് 4 ആക്കി കട്ട് ചെയ്ത് വെക്കാം. ചെറുതാക്കിയിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഞാനിത് എല്ലാതും ഇതേപോലെ കട്ട് ചെയ്ത് വെക്കട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഞാൻ നെയ്യൊന്നും കൂടെ ചൂടായി വരട്ടെ. അത് നമുക്ക് എന്തിനാന്നുണ്ടെങ്കിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇങ്ങോട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ മുന്തിരി കൂടിയും കുറച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. ആയി വരുന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം. വാങ്ങി വെച്ചിട്ട് നമുക്ക് ഈ പാനിലേക്ക് തന്നെ നമ്മൾ ഈ പഴം നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതാ നെയ്യിൽ കിടന്നിട്ട് ഇങ്ങോട്ട് വളഞ്ഞു വരട്ടെ. ഒന്നും കൂടി ഇങ്ങോട്ട് വളഞ്ഞു വരട്ടെ. ഒന്നും കൂടി ഇങ്ങോട്ട് വളഞ്ഞു വന്നാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇതേപോലെ മതിന് നമുക്കിത് ഇങ്ങോട്ട് വാങ്ങാം. ഈ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തു. ഇനി ഈ പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം അങ്ങോട്ട് തിളച്ച് വരട്ടെ. ഒന്നിങ്ങോട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി ഈ സേമിയ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതൊന്ന് ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര നമ്മൾ പാവ് കാച്ചി വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കര പാവും ഇതൊക്കെ കൂടി കിടന്നിട്ട് ഒന്നങ്ങോട്ട് യോജിപ്പാവട്ടെ. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പഴം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പഴം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഈ ഏലക്കായുടെ പൊടി,
ഇനി നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പായി വരട്ടെ. കണ്ടില്ലേ, ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ട് പോരണ പോലെ ഇങ്ങോട്ട് ആയി വന്നോട്ടെ. ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് മുറുകി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഈ പാത്രത്തിൽ ഇങ്ങോട്ട് തടവി കൊടുക്കാം. ഈ പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. നന്നായിട്ടാണ് നെയ്യ് തടവി വെക്കാം. ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് കുറുകി വരട്ടെ. കണ്ടില്ലേ, ഇതേപോലെ ഒന്നും കൂടി ഇങ്ങോട്ട് ആയി വന്നാൽ നമുക്കിത് ഇങ്ങോട്ട് ഈ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ തീ ഒന്ന് സ്ലോ ആക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഇതേപോലെ ഇങ്ങോട്ട് കുഴഞ്ഞ് വരട്ടെ. പാത്രത്തിൽ നിന്ന് വിട്ട് പോരണ പോലെ കണ്ടില്ലേ. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കൊരു ലേശം കൂടി നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കും ചെയ്യാട്ടാ. നമുക്കൊന്നും കൂടി ഇങ്ങോട്ട് കണ്ടില്ലേ, ഇതാ ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പാത്രം എടുത്ത് വലിയ പാത്രം ഉണ്ടായിരിക്കും എടുത്താൽ ഇടയ്ക്ക് കുറവാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ ചേർത്തെടുത്തത്. അപ്പൊ നമുക്കിത് ഓഫാക്കുക. ഞാനിതില് നന്നായിട്ട് നെയ്യ് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലെടുത്ത് വെക്കാം. ഇതിലെടുത്തിട്ട് ആക്കി കൊടുക്കാം. നന്നായിട്ട് നെയ്യ് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിയിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും ഇതൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, മുന്തിരിയൊക്കെ, അതൊക്കെ അതിൻ്റെ അടിയിലിട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ ഞാൻ കുറച്ച് ബദാമും വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി അവിടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതിങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും കൂടെ തട്ടിയിട്ടേ നന്നായി ഇങ്ങോട്ട് ആയി വരട്ടെ. കുറച്ച് നെയ്യ് നമുക്ക് കണ്ടിട്ട് നെയ്യും കൂടി ആക്കിയിട്ട് ഒന്നാണ്ടാക്കിയത് നല്ല നന്നായിരിക്കും.
ഇതിന്റെ മേലെയും കൂടി നമുക്കൊരു ലേശം ബാക്കിയുള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി മേലെ ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. താഴെ മേലെയൊക്കെ ഇനി ഇത് ഒരു കുറച്ചു നേരം ഒന്ന് സെറ്റ് ആവട്ടെ. സെറ്റ് ആയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. സെറ്റ് ആവട്ടെ. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴവും സേമിയയും കൂടി വെച്ചിട്ടുള്ള അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തുണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്താണെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം എല്ലാവരുടെ വീട്ടിലുണ്ടാവും, അതേപോലെ തന്നെ സേമിയ ഉണ്ടാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കല്ലേ വേണ്ടു. അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പിന്നെ അതേപോലെ കുട്ടികൾ സ്കൂളിൽ വിട്ടിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയതാണ്. അവർക്കും നല്ല ഇഷ്ടമാവും. പിന്നെ നേന്ത്രപ്പഴം വെറുതെ കഴിക്കാൻ കുട്ടികൾക്കൊന്നും ഇഷ്ടമായിന്ന് വരില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കാനൊക്കെ പറ്റുന്നതാണിത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.